ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയത് സ്വാഭാവികമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. സർക്കാർ പ്രതിസന്ധിയായിട്ടില്ല. കുറ്റവാളികൾ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. മുൻ മന്ത്രിയും പ്രസിഡന്റുമാണ് എങ്കിലും ആ നിലപാട് തന്നെയാണ് എന്നും വി.എൻ. വാസവൻ പറഞ്ഞു. അറസ്റ്റ് വൈകുന്ന അവർ സ്വാഭാവികമായിട്ട് SIT രൂപീകരിച്ച് വളരെ പെട്ടെന്ന് നടന്നല്ലോ. ഏതാണ്ട് ചാർജ് എടുത്തിട്ട് അവർ 11-ാം തീയതി മറ്റാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ 17-ാം തീയതി അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് 6 ദിവസത്തിനുള്ളിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കാലതാമസം വന്നൊന്നും തോന്നുന്നില്ല. നല്ല രൂപത്തിലുള്ള ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ബഹുമാനപ്പെട്ട കോടതി മേൽനോട്ടവും വഹിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കയറി നമ്മൾ എന്തെങ്കിലും അപകടത്തിലാണ്. സൈഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സൈഫ്, പ്രതിപക്ഷം അടക്കം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനിടയിലാണ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മന്ത്രി പറയുന്ന കാര്യം എന്താണ് ഇതിൽ? ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തലത്തിലോ SITയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. ആദ്യം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ, CPM നേതാക്കൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ കുറ്റവാളിയാണ് അല്ലെങ്കിൽ ചില കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് SIT ആദ്യം ഫസ്റ്റ് കസ്റ്റഡി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. അറസ്റ്റ് വൈകി എന്ന് പറയുന്നതിനകത്ത് അത് ഒരു സാധാരണ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. അതിനൊപ്പം തന്നെ കൂടുതൽ കുറ്റവാളികളുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരട്ടെ എന്നുള്ള നിലപാട് കൂടി CPMന്റെ നേതാക്കൾ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി 3 മണിയോടുകൂടി CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ വിഷയം വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മറ്റ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് CPMന്റെ നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ ഇത് ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യമായിട്ട് തന്നെയാണ് CPM നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഈ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റും കൂടുതൽ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അജയ്, ഒപ്പം തന്നെ സൈഫ്, ഇതിൽ CPMന്റെ പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. അപ്പോൾ CPMന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ ഈ കേസിലെ 8ാം പ്രതിയാണ് അദ്ദേഹം. മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇതിൽ പ്രതികളാണ്. അപ്പോൾ ഒരു പക്ഷേ പത്മകുമാറിനെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള നയമായിരിക്കും ആ ഘട്ടത്തിൽ CPM സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും CPM നേതൃത്വം തയ്യാറല്ല. CPMന്റെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് അയ്യപ്പന്റെ സ്വർണ്ണം ആരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായാലും അത് അവർ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പത്മകുമാറിന് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴി സ്വാഭാവികമായിട്ടും പ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. അത് അവിടെ നിൽക്കും. അതിനപ്പുറത്തേക്ക് കടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലുള്ള അറസ്റ്റിൽ മാത്രം നിൽക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് 2, 3, 4 ഒക്കെ അറസ്റ്റിലേക്ക് പോകും. കൽപേഷ് അടക്കമുള്ളവരുടെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പൊതുസമൂഹത്തിന് അറിയാത്ത കുറേ ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ കൽപേഷ് അടക്കമുള്ള ആൾക്കാർ, അത് എവിടെയാണുള്ളത്, ആരാണ്, എന്താണ് എന്നൊന്നും അറിയാത്ത കുറേ ആൾക്കാർ കൂടി ഉണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, അത് കുറച്ചുകൂടി വലുതാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് നവംബർ മാസം ആദ്യ ആഴ്ചയോടുകൂടി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസം, ഒരു 3 ആഴ്ചക്കാല സമയം, അതിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന H. വെങ്കടേഷിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ശരി സൈഫ്.